മദീനയിൽ ഉംറ ബസ് കത്തി 40ഓളം പേർ മരിച്ചതായി റിപ്പോർട്ട്. മക്കയിൽ നിന്നും പുറപ്പെട്ട ഉംറ ബസ് ടാങ്കറുമായി കൂട്ടിയിടിച്ച് കത്തുകയായിരുന്നു. 43 ഹൈദരാബാദ് സ്വദേശികളാണ് ബസ്സിലുണ്ടായിരുന്നത്. ബസ് ഡീസൽ ടാങ്കറുമായി കൂട്ടിയിടിച്ചതോടെ തൽക്ഷണം തീപിടിക്കുകയായിരുന്നു. അപകടത്തിൽ ഒരാൾ മാത്രം രക്ഷപ്പെട്ടെന്ന വിവരം. അഫ്താബ് റഹ്മാൻ വിവരങ്ങൾ നൽകാനായി ചേരുന്നു. അഫ്താബ്, എങ്ങനെയാണ് അപകടമുണ്ടായത്? ഈ 40 പേരുടെ മരണവും സ്ഥിരീകരിച്ചെന്ന് അധികൃതർ അറിയിക്കുന്നുണ്ടോ? അനിഷ, ഇന്നലെ രാത്രിയാണ് ഈ ഏറ്റവും ദാരുണമായ ഈ ഒരു അപകടം ഉണ്ടാകുന്നത്. രാത്രി സൗദി സമയം 11 മണിയോട് കൂടി, എന്ന് വെച്ചാൽ ഇന്ത്യൻ സമയം ഏതാണ്ട് പുലർച്ചെ 1:30 മണിയോട് കൂടിയാണ് ഈ അപകടം സംഭവിക്കുന്നത്. ഇവർ നാട്ടിൽ നിന്നെത്തിയ ഹൈദരാബാദ് സ്വദേശികളാണ്. ഇവർ മക്കയിൽ നിന്നും അവിടെയുള്ള ഉംറ കർമ്മം പൂർത്തിയാക്കിയ ശേഷം മദീനയിലേക്ക് തീർത്ഥാടനത്തിനായി പോയതായിരുന്നു. ഈ പോയ വഴി യാമ്പുവിനടുത്തുള്ള ബദർ വഴി, ബദർ എന്നറിയപ്പെടുന്ന ഒരു ഇസ്ലാമിക ചരിത്ര സ്ഥലം കൂടിയാണ്. അവിടെ നിന്നും ഏതാണ്ട് മദീനയിലേക്കുള്ള യാത്രയിൽ 1 മണിക്കൂർ മാത്രം ബാക്കി നിൽക്കെയാണ് ഇവർ സഞ്ചരിച്ച ബസ് ഒരു ഡീസൽ ടാങ്കറുമായി കൂട്ടിയിടിച്ചു എന്നുള്ളതാണ് വിവരം. ഇത് ടാങ്കറിന്റെ പിറകിലിടിച്ചതാണോ അതല്ല നേരിട്ടിടിച്ചതാണോ എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഇതുവരെയില്ല. ഏതായിരുന്നാലും ബസ്സിലുണ്ടായിരുന്ന 43 പേരാണ്. ഈ 43 പേരിൽ ഒരാൾ മാത്രമാണ് ഇതുവരെ രക്ഷപ്പെട്ടതായുള്ള വിവരം. ഇദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ ബസ് ഈ അപകടം നടന്ന ഉടനെ തന്നെ പൊടുന്നനെ ഡീസൽ ടാങ്കർ ആയതുകൊണ്ട് തന്നെ പൊടുന്നനെ തീ പിടിക്കുകയും പൂർണ്ണമായും കത്തി അമരുകയും ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അതിലുള്ള ആരെയും തിരിച്ചറിയാൻ കഴിയാത്ത വിധിയിലാണ് അവിടെയുള്ള ഒരു സ്ഥിതി എന്ന് പറയുന്നത്. ഏതാണ്ട് ഈ യാത്രക്കാരിൽ തന്നെ ഏതാണ്ട് 30-ലധികം പേർ സ്ത്രീകളും കുഞ്ഞുങ്ങളുമാണ് എന്നുള്ളതാണ് ഏറ്റവും വേദനാജനകമായ കാര്യം. കാരണം ഇവരെല്ലാവരും നാട്ടിൽ നിന്ന് സന്ദർശനത്തിനായി എത്തിയവരാണ്. ബാക്കിയുള്ളത് ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന മുതിർന്ന മക്കളും അവരുടെ പങ്കാളികളുമാണ്. ഏതായിരുന്നാലും ഈ ബദറിൽ നിന്നും ഏതാണ്ട് മുഫറ